നീ ഇങ്ങോട്ട് ഇറങ്ങ, നമുക്ക് ഒരുമിച്ചാവാൻ കൂടി വാ. അച്ഛൻ വരുന്നുണ്ട്, കാണണ്ട, വിളിച്ചോളൂ. നീ ഹരിയോട് പറഞ്ഞോടി? ഇല്ലച്ചാ, പറയാം. എന്താ പറയാൻ? അത് അച്ഛൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, എനിക്കറിയാം. റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയ വകയില് അമ്മാവന് ചില്ലറ കടമുണ്ട്. അത് വീട്ടാൻ എൻ്റെ ഒരു വസ്തു വിൽക്കണം. എന്നോട് ചോദിക്കാമല്ലോ. ചോദിച്ചപ്പോഴൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് തന്നവളാ ഞാൻ. പക്ഷെ ഇതെന്റെ അനിയനും കൂടി അവകാശപ്പെട്ട സ്വത്താ. അവന് വേണ്ടി ആരും ബാധിക്കണ്ട. ചെറുപ്പം തൊട്ട് തന്തയും തള്ള ഇല്ലാത്തത് അറിയിക്കാതെ അവനെ എടുത്തു വളർത്തിയത് എന്റെ അച്ഛനാ. നിന്നെ ആ കണക്കിൽ ഞങ്ങൾക്ക് നഷ്ടേ കാണൂ. ഇല്ലടി, നിന്നെ പോലൊരു മൂദേവിയെ തലയിലേറ്റി നടക്കേണ്ടി വന്ന എന്റെ ഗതിയോട് ഓർത്താലേ. ഓ, മുമ്പത്തെ ഇഷ്ടക്കാരി മതിയായി തോന്നുന്നുണ്ടാ ഇപ്പം. പാർവതി, നിനക്ക് ഇഷ്ടമില്ലാച്ച വേണ്ട. എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട്. അത് വീട്ടാവല്ലോ എന്ന് കരുതി. അതുകൊണ്ടാ വിൽക്കാവെന്ന് വെച്ചത്. വില ഉറപ്പിച്ച് അച്ചാരം വാങ്ങുകയും ചെയ്തു. അവന്റെ കയ്യിൽ ഇനി ആകെയുള്ള സ്വത്താത്തോടിയ. അവന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സാവത്രിക്കുള്ളത് അവനുള്ളതെന്നല്ലേ. ഹരിയേട്ടാ, ആ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ചോദിച്ചാ എന്താ പറയണ്ടേ? നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതും സമ്മതമാണെന്ന് പറഞ്ഞേക്ക്. അപ്പൊ തോട്ടം സാവിത്രിക്കുട്ടി വക അല്ലേ? 100 തവണ പറഞ്ഞില്ലേ. എന്താ തനിക്കിത്ര സംശയം? ഇവിടുന്ന് ഒപ്പിട്ടോളൂ ഹരി. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? തോട്ടത്തിൽ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നം എവിടാണ്? എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ട് അമ്മാവൻ ഇവിടെ ചില കാര്യങ്ങൾ നടത്തിയെന്ന് അറിഞ്ഞു. എന്ത് കാര്യം? അമ്മാവൻ സാവിത്രിയുടെ കല്യാണം ഉറപ്പിച്ചോ? ഞാനത് നിന്നോട് പറയാനിരിക്കേ. നല്ല പയ്യൻ, ഒന്നാന്തരം തറവാട്ടുകാരൻ, ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി. പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തവരാ നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജാതി നെറുകേട് എന്നോട് കാണിക്കരുത്. കള്ള കഴിവേറി എന്ന് പറഞ്ഞാ നീ? എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു മോഹിപ്പിച്ച് എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ട് ഇപ്പോ വാക്ക് മാറിയാൽ എന്ത് ചെയ്യൂടാ നീ? അത് ഞാൻ കാണിക്കാം. ഈ തന്തയ്ക്ക് പിറക്കാത്ത പണിക്ക് ചേച്ചി, നിനക്ക് അങ്ങനെ ആരും ഇവിടെ ഇല്ല. ഉണ്ടായിരുന്ന മുഴുവൻ നീയായിട്ട് അന്യാധീനപ്പെടുത്തിയില്ലേ? വീടും കുടുംബവും എല്ലാം ആ പെണ്ണ് പറയുന്നത് കേട്ട് നീ എഴുതി കൊടുത്തു. നിന്റെ എന്ന് പറയാൻ എന്തുണ്ട് സ്വന്തമായിട്ട് കയ്യില്? സ്വന്തം അനിയൻ നാട്ടിൽ തെണ്ടി നടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. ഇനി എന്റെ സമാധാനം കൂടെ കെടുത്തരുത്. ഇറങ്ങി പോടാ വെളിയില്. പൊയ്ക്കോ എവിടെങ്കിലും. സാവിത്രി, എനിക്കൊരു കാര്യം അറിയണം. നിന്റെ സമ്മതത്തോടു കൂടിയാണോ ഈ കല്യാണം നിശ്ചയിച്ചത്? മറ്റൊരാൾക്കൊരു ഭാഗ്യം വരുമ്പോ സന്തോഷിക്കുക വേണ്ടത്. ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയുണ്ടാ. സാവിത്രി, വെറുതെ മോഹിച്ചതുകൊണ്ടായില്ല, അതിനുള്ള യോഗ്യത കൂടി വേണം. ഹരിയേട്ടൻ എന്താ ജോലി? എന്നെ കല്യാണം കഴിച്ച ജീവിക്കാൻ വേറെന്താ വരുമാനം? ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ വീട്ടുകാരെ പിണക്കി ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. എന്നെ വിട്ടേക്കൂ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഇവിടം വരെ വന്ന വഴികളെക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ചും. നിന്റെ മാത്രമല്ല കുട്ടി, ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ. എന്നെക്കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല. അതൊക്കെ പോട്ടെ, ഇത് കഴുത്തിലണിഞ്ഞോളൂ. എന്താ? ഒരു രക്ഷയാ. നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ. നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ വിരോധം ഉണ്ടാവോ?
അണ്ണാ അവന്മാര് വരുന്നുണ്ട്. ആരെ? ആ ബാക്കിയുടെ ഗുണ്ടകള്. അവന്മാർ ഒരു കൂട്ടം ആളുകളുണ്ട്, കൈ നിറയെ ആയുധങ്ങളും. അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അവന്മാർ അറിഞ്ഞതാ തോന്നുന്നു. പിന്നിലൊരു വാതിലുണ്ട്, അതുവഴി പൊയ്ക്കോളൂ. വേണ്ട, ഒളിച്ചോടി ഞാൻ മടുത്തു. ഇനി വയ്യ. എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും. എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവർ ഉപദ്രവിക്കും, ചേച്ചി ഉൾപ്പെടെ. ഹരി, ഈ നിലയിൽ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. எதுக்காக என்ன கூப்பிட்டீங்க? ए कमिश्नर, बहुत दिन के बाद दिखाई दिया. अरे कहाँ मर गए रे सब लोग? तो चाय लाओ, चल जल्दी. कैसा है? अच्छा है. इनसे मिलो, ये हमारा भाई है. நல்லா தெரியும். பாம்பேல இருக்கிற எல்லா வட்டி கடைகளுக்கும் இவர்தானே ஓனர். हाँ, सेठ के गोदाम में इसका धंधा चलता है. वो क्या है कि सेठ अभी कोर्ट ऑर्डर लेके गोदाम खाली करने आ रहा है. आज से तुम्हारा सिर्फ एक ही काम है, गोदाम खाली करने कोई भी आया उसे खत्म कर दो. बात समझ में आई? और अगर पुलिस आया, कमिश्नर संभालेगा. മാനേജറാണല്ലേ? യെസ് സാർ, ഇവിടെ മിക്ക മലയാളികളും ഞങ്ങളുടെ വരിക്കാരാണ്. ഏതാ നിങ്ങളുടെ കമ്പനി? ശ്രീ ഗുരുവായൂരപ്പൻ ചിറ്റ് ഫണ്ട്. ഓ, ഭഗവാന്റെ പേരിലാണല്ലേ? അങ്ങനെയാണല്ലോ സാർ. സുദർശൻ, ഗരുഡ, ഗോകുൽ. എന്താ ഇത്? പിരിച്ചത്. എന്തിന്? ഹഫ്ത. ഇത്രയും നാൾ അബ്ബാസിലാണല്ലോ വാങ്ങിച്ചിരുന്നത്, ഇനിയിപ്പോ ഇങ്ങോട്ടാണ് വരേണ്ടത്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത്. ഏത്? അണ്ണാ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിലയുള്ളണ്ണ. നിർത്തടാ. ഹഫ്ത പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു കുറെ ചട്ടമ്പിമാര്. ഇതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും ആ അബ്ബാസ് അലിയായിട്ട് എന്താ വ്യത്യാസം? മേൽ ഹഫ്ത എന്നൊരു വാക്ക് ഈ തിരുവി കേട്ടുപോകരുത്. ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ അവർക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കാതെ എന്റെ മുമ്പ് വരരുത്. പോ. സാർ, നമ്മുടെ ചിട്ടിക്കാരി. ചിട്ടിയും വട്ടിയും ഇറങ്ങിപ്പെടോ. മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട്. അങ്ങേടുത്ത് എന്തിനാ ചൂടാവാൻ പോയത്? ഞാൻ ആകെ ചമ്മി. ഞാൻ പറഞ്ഞിട്ടല്ലേ അങ്ങേര് വന്നത്. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, മനസ്സിലായില്ലേ? ദാദറിലേക്കുള്ള സാധനം അയച്ചോ? പിന്നെ 70 കന്നാസ് നാരങ്ങി, 500 ലിറ്റർ മൂസാമ്പി, പിന്നെ പ്ലെയിൻ ചായ 500 ലിറ്റർ. സ്റ്റോക്ക് തികഞ്ഞില്ല. ഇന്ന് രക്ഷാബന്ധൻ ദിവസമല്ലേ, നല്ല ചെലവാ. ഓരോരുത്തരിങ്ങനെ. താഴെ തെരുവിലെ കുറെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. എന്തിന്? നിന്റെ കയ്യിൽ രക്ഷ കെട്ടാൻ. കുറെ കാശുകെട്ട കൂടി ചെല്ല്. ഈ സേട്ടു നമ്മുടെ മുതലയാരുടെ വലം കൈയായിരുന്നു. ആ പക വെച്ച് അമർ സാബിന്റെ ആൾക്കാർ ഉപദ്രവിക്കുക.
സേട്ടുവിന്റെ ഒരു ഗോഡൌൺ ഒഴിഞ്ഞു കൊടുക്കാൻ കോടതി വിധിയുണ്ട്. അതിന് കൈവശക്കാരൻ സമ്മതിച്ചിട്ടും അമർ സാബിന്റെ ആൾക്കാർ വിട്ടുകൊടുക്കുന്നില്ല. ഒഴിഞ്ഞു കൊടുക്കാൻ 10 ലക്ഷം രൂപ ചോദിക്കുക. അതിന് നമ്മളത് ഒഴിപ്പിച്ചു കൊടുക്കണം. പോലീസുകാരുടെ ജോലിയല്ലേ അതൊക്കെ? അല്ല, കോടതിയിൽ നിന്ന് ചെന്ന പോലീസിനെയും ആമീനെയും അമറിന്റെ ഗുണ്ടാത്തലവൻ പാണ്ഡ്യ തല്ലി ഓടിച്ചു. നിനക്കെന്താ ഇത്ര താല്പര്യം? ഒരു നല്ല കാര്യത്തിനാണല്ലോ. ആ ഗോഡൌൺ ഒഴിപ്പിച്ച് ഒരു ഹോസ്പിറ്റൽ കെട്ടാനാണ് സേട്ടുവിന്റെ പ്ലാൻ. ഇവിടെ അടുത്തെങ്ങും ഒരു നല്ല ആശുപത്രി ഇല്ലല്ലോ. आप किसी तरह भी मुझे बचा लीजिए। ठीक है, आप जाइए, मैं देख लूँगा.